പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ഇന്ത്യൻ റുപ്പി. പൃഥ്വിരാജ്, സന്തോഷ് ശിവൻ, ഷാജി നടേശൻ എന്നിവർ ചേർന്ന് ആണ് ചിത്രം നിർമ്മിച്ചിരുന്നത്. 2011 ഈ ചിത്രം റിലീസിന് എത്തിയത്. ഇന്ത്യൻ റുപ്പിയിൽ ടിനി ടോമും ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരുന്നു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള തന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് താരം. പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ റുപ്പി വരുന്നത്. പൃഥ്വിരാജിന്റെ കൂടെ തന്നെയുള്ള കഥാപാത്രമായിരുന്നു അത്. രാജുവിന്റെ കൂടെയുള്ള നിമിഷങ്ങൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. തുറന്ന മനസ്സുള്ള ആളായിരുന്നു രാജു. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് എനിക്ക് എന്റെ സ്വഭാവം പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകളൊക്കെ കറക്റ്റ് സിങ്ക് ആയിരുന്നു. രാജു ആ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. ആ സിനിമയിൽ വരാത്ത ഒരു സീനുണ്ടായിരുന്നു. രാജു നല്ല പ്രൊഡ്യൂസർ ആണെന്ന് മനസ്സിലാകുന്നത് എനിക്ക് ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു. രാജുവിന്റെ വീട്ടിലേക്ക് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്ന സീനാണത്. ആ സീൻ രാത്രി 8 മണിക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് അവിടുന്ന് മീൻ വാങ്ങി ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സീൻ. ആ സീൻ എടുക്കാൻ പോകുമ്പോഴേക്കും എന്നും മഴ പെയ്യും. വലിയ മീനാണ് ഓരോ ദിവസവും വേസ്റ്റ് ആയിരുന്നത്. 4000-ഓ 5000-ഓ രൂപ വരുന്ന മീനാണ് ദിവസവും വാങ്ങുന്നത്. 3 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ രാജുവിനോട് ഇത് വലിയ നഷ്ടമല്ലേ എന്ന് ചോദിച്ചു. മിസ്റ്റർ ടിനി ടോം, താങ്കൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്ന് രാജു തിരിച്ചു ചോദിച്ചു. മീനും ചോറുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വാങ്ങുന്ന മീൻ നാളെ നിങ്ങൾക്ക് ഭക്ഷണമായി തരികയാണ് എന്ന് രാജു പറഞ്ഞപ്പോഴാണ് രാജു നല്ല പ്രൊഡ്യൂസറാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പുള്ളി വാങ്ങുന്നത് കളയുന്നില്ല, പിറ്റേന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം നിസ്സാരമാണെങ്കിലും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് രാജു അതൊക്കെ ചെയ്യുന്നത്. ഇന്ന് 5000 രൂപയ്ക്ക് മീൻ വാങ്ങിയാൽ നാളെ അത് ലൊക്കേഷനിലെ ഫുഡാണ്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ യൂണിറ്റിൽ ഉള്ള എല്ലാവർക്കും ഒരുപോലെയുള്ള സ്ഥലതാമസവും ഭക്ഷണവുമാണ്. ടിനി ടോം പറഞ്ഞു.